കുംഭമേള വൈറൽ താരത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കൊച്ചിയിൽ താമസം തുടരുന്ന പെൺകുട്ടി വീട്ടുകാരിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തെന്ന കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാനെതിരെ മധ്യപ്രദേശിൽ പരാതി നിലനിൽക്കുകയാണ്. മധ്യപ്രദേശ് ഹൈക്കോടതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട്. ഫർമാന്റെ അറസ്റ്റ് 1 മാസത്തേക്ക് വിലക്കി കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനിടെയാണ് പെൺകുട്ടിയുടെ പോലീസ് സംരക്ഷണ ഹർജി. സർക്കാരിനും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സിഐക്കും കോടതി നോട്ടീസ് അയച്ചു. കേസ് 3 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കും. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ കുംഭമേള വൈറൽ താരത്തിന് ഇപ്പോൾ പോലീസിന്റെ സംരക്ഷണം നൽകാൻ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉത്തരവ് വന്നിരിക്കുകയാണ്. കൊച്ചിയിൽ താമസം തുടരുകയാണ് പെൺകുട്ടി. ഇപ്പോഴും വീട്ടുകാരിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് ഭീഷണി തുടരെ ഉണ്ട് എന്നും സംരക്ഷണം വേണമെന്നും ഒക്കെ ആവശ്യപ്പെട്ട് ഈ പെൺകുട്ടി ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഒരു ഹർജിന്മേലാണ് ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. പോലീസിന്റെ സംരക്ഷണം നൽകാനാണ് കോടതിയുടെ ഉത്തരവ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തു എന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് ഭർത്താവ് മുഹമ്മദ് ഫർമാനെതിരെ മധ്യപ്രദേശിൽ ഇപ്പോഴും പരാതി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ട് എന്നാണ് പെൺകുട്ടി നൽകിയ ഹർജിയിൽ വ്യക്തമാക്കുന്നത്. മധ്യപ്രദേശ് ഹൈക്കോടതിയിലും കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഫർമാന്റെ അറസ്റ്റ് 1 മാസത്തേക്ക് വിലക്കിക്കൊണ്ട് കേരള ഹൈക്കോടതിയും ഒക്കെ ഉത്തരവ് വന്നിരുന്നു. എന്തായാലും ഇതിനിടെയാണ് പെൺകുട്ടി ഈ ഒരു പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയൊക്കെ സമർപ്പിച്ചിരുന്നത്. എന്തായാലും ഈ ഒരു ഹർജിയിന്മേൽ ഇപ്പോൾ കോടതി നടപടിയെടുത്തിരിക്കുകയാണ്. സർക്കാരിനും സെൻട്രൽ പോലീസ് സ്റ്റേഷൻ സിഐക്കും കോടതി നോട്ടീസ് അയച്ചു. കേസ് 3 ആഴ്ച കഴിഞ്ഞാണ് പരിഗണിക്കുക.